സാങ്കേതിക വിദ്യകൾ മാറുകയാണ്. കാലം പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദിവസം പ്രതി, ദിനം പ്രതി, നിമിഷം പ്രതി, അതായത് അനുനിമിഷം പ്രതി സാങ്കേതിക വിദ്യകൾ മാറും. AI ടൂൾ വന്നതിന് ശേഷം ധാരാളം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് IT സെക്ടറിലെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പിന്തുടരാനോ അതുമായി ബന്ധപ്പെട്ട് അവരുടെ തൊഴിൽ മേഖലയിൽ കരുത്താർജിക്കാനോ അവർക്ക് കഴിയാതെ പോയത് കൊണ്ടാണ് അവരൊക്കെ പുറന്തള്ളപ്പെട്ട് പോയത്. AI വന്നപ്പോൾ ആളുകൾക്ക് ഭയം തന്നെയാണ്, തൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്ന്. ഈ ടൂളുകളൊക്കെ ഞാനൊക്കെ പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വരുൺ രമേശ് എന്ന എൻ്റെ സുഹൃത്തിനെ കുറിച്ചാണ്. വരുൺ രമേശ് മുമ്പേ തന്നെ മലയാള സാഹിത്യത്തിൽ തന്നെ, മലയാള പുസ്തകങ്ങളിൽ തന്നെ വളരെ ഗംഭീരമായ ഒരു പുതുമ കൊണ്ടുവന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ QR കോഡുകൾ ഉണ്ടായിരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവങ്ങൾ നടന്ന അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഒക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന പുതുമ. അതുപോലെ അദ്ദേഹം പല പരീക്ഷണങ്ങൾ നടത്തി, പല മഹത് വ്യക്തികളുമായി അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിച്ചു. ഇപ്പോൾ തന്നെ 5-6 സിനിമകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് വരുൺ രമേശ് തുടങ്ങിയ AI സ്റ്റോറി ടെല്ലിംഗ് സ്കൂളിനെ കുറിച്ചാണ്. AI സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു കഥ എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് പറയാൻ പറ്റും എന്നത് വലിയ ചോദ്യമാണ്. അതിന് ഉത്തരം വരുൺ തന്നെ പറയും. നമുക്ക് വരുണിനെ കേൾക്കാം. സത്യത്തിൽ നമ്മൾ കുറേ കാലമായിട്ട് ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇങ്ങനെ കൃത്യമായിട്ട് നോക്കാറുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന പുതിയ ഡിജിറ്റൽ മീഡിയ മുന്നേറ്റങ്ങളെ കുറിച്ചിട്ട് പണ്ട് മുതലേ അതിൻ്റെ അകത്ത് അപ്ഡേഷനുകൾ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം 2021-22 കാലമാകുന്നപ്പോഴത്തേക്ക് AI ജനറേറ്റീവ് AI ആവുന്നു. അതുവരെ മെഷീൻസിന് മാത്രമേ ഈ എന്താ പറയുക എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാറിയിട്ട് ജനറേറ്റീവ് AI, ജെൻ AI എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു, ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വരികയാണ്. അപ്പം നമ്മളെപ്പോലത്തെ കോഡിങ് അറിയാത്ത, അതുവരെ കോഡിങ് അറിയുന്ന മനുഷ്യന്മാർക്ക് മാത്രമാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. 2021 ഓപ്പൺ AI വരുന്നു, സാം ആൾട്ട്മാൻ്റെ ChatGPT ലോകം മുഴുവൻ ഭയങ്കര പോപ്പുലർ ആവുന്നു. അതിനുശേഷം ആണ് ഈ ഫിലിം എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഇതെങ്ങനെയാണ് മാറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ ഞാൻ പേഴ്സണലി ആരംഭിച്ച റിസർച്ച് എൻ്റെ അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പം അന്ന് വളരെ വേഗമായിട്ടുള്ള മനുഷ്യന്മാർക്ക് 6 വിരലുകൾ, മനുഷ്യന്മാരുടെ മുഖമൊന്നും അത്ര കൃത്യമൊന്നുമല്ല, ഇങ്ങനെയൊക്കെയുള്ള കുറേ റിസൾട്ടുകളായിരുന്നു വന്നത്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, പണ്ട് മൊബൈലിൻ്റെ കാര്യം പറഞ്ഞ പോലെ അടുത്ത വർഷം ഇത് വളരെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു മനസ്സിൽ അന്നേ തോന്നിയിരുന്നു. 2021 അവിടെ നിന്ന് വരുന്ന മാറ്റം എന്ന് വെച്ചാൽ അതിഗംഭീരമായ മാറ്റമായിരുന്നു. ഇപ്പോൾ ഇന്ന് എത്തി നിൽക്കുന്ന മാറ്റം വെച്ചാൽ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്കുള്ള വിഷ്വലുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലേക്ക് ഇതിൻ്റെ കേപ്പബിലിറ്റി മാറി. അപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിക്കൂടാ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ അതായത് മലയാള സിനിമയിലെ റിസോഴ്സ് പേഴ്സൺസും സിനിമ പഠിപ്പിക്കുകയും AI ടെക്നോളജി നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇതിനെ രണ്ടിനെയും കൂടി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം. ഇതാണ് സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള നമ്മുടെ സംരംഭം. ഇത് മലയാളികളുടെ പല ഭാഗത്തു നിന്നുള്ള, ഗ്ലോബലി പല ഭാഗത്തു നിന്നുള്ള മലയാളി, UK-ലും US-ഉം ഒക്കെയുള്ള ആളുകൾ നമ്മളുമായിട്ട് നമ്മുടെ ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓൺലൈൻ കോഴ്സായിട്ടാണ് അല്ലെങ്കിൽ പ്രോഗ്രാമായിട്ടാണ്, 3 മാസം നീണ്ടിരിക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വരുൺ പറഞ്ഞത് എല്ലാ ആളുകൾക്കും മനസ്സിലായി കാണുമല്ലോ. ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ, ഒരു സിനിമ എന്ന് പറയുമ്പോൾ, സിനിമയിൽ തിരക്കഥയ്ക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഈ തിരക്കഥ ഞാനോ നിങ്ങളോ ആർക്കും എഴുതാൻ പറ്റും. ആ എഴുതിയ തിരക്കഥയിൽ സാങ്കേതികമായ ഇൻപുട്ട് കൂടി നൽകി ആ സിനിമയെ ഏറ്റവും മികച്ച സിനിമയാക്കി മാറ്റാൻ AI ടൂളിന് കഴിയുമെന്ന് വരുൺ വിശ്വസിക്കുന്നു. അതാണ് വരുൺ പഠിപ്പിക്കുന്നത്. 3 മാസമാണ് ഈ കോഴ്സിന്റെ കാലാവധി. ലോകത്ത് എവിടെ ഇരുന്നും വരുണിന്റെ സ്കൂളിൽ നിങ്ങൾക്ക് വിദ്യാർത്ഥിയാകാം. ഇതൊരു വമ്പൻ ചേഞ്ചാണ്. വരുൺ ഒരു കുഞ്ഞ് കഥ കൂടി എനിക്ക് പറഞ്ഞത്. വരുണിന്റെ സമീപം ഒരു 70 വയസ്സുള്ള ആള് വരുന്നു. അദ്ദേഹം പണ്ട് IFFK സിനിമ കാണാൻ വന്നപ്പോൾ ഡിജിറ്റൽ സിനിമയെക്കുറിച്ച് ഉള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ഒരു സ്റ്റോൾ ഇതുപോലെ IFFK-യിൽ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പോയി. അദ്ദേഹം അന്ന് ക്യാമറയിലൊക്കെ ഫിലിം റോൾ ചെയ്ത് ചലച്ചിത്ര മേഖലയുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഒരു 25 വർഷം മുമ്പത്തെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് യുഗം മാറി, ഫിലിം ക്യാമറകൾ പോയി, ഡിജിറ്റൽ ക്യാമറകളായി. അദ്ദേഹവും പുറന്തള്ളപ്പെട്ടു. അതുകൊണ്ട്
ഈ AI സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ പുറന്തള്ളി കളയാൻ പറ്റുന്നതല്ല. ആ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നടക്കും. നമുക്ക് ഇപ്പൊ തന്നെ അറിയാം, അനുനിമിഷം എത്ര വീഡിയോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. AI ടൂൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എത്ര വീഡിയോകൾ. അതൊക്കെ സാങ്കേതികമായി നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കൃത്യമായി തന്നെ അറിയാം, അത് AI തന്നെയാണ്, AI ടൂൾ ആണെന്ന് അറിയാം, ഫേക്ക് വീഡിയോസുകളാണെന്ന് നമുക്കറിയാം. ചില പത്രങ്ങളും ചാനലുകൾക്കും എഴുതി കാണിക്കും AI ജനറേറ്റഡ് വിഷ്വൽസ്, AI ജനറേറ്റഡ് ഫോട്ടോസ് എന്ന് എഴുതി കാണിക്കും. അത് ഉറപ്പാണ്, അത് കാണാൻ പറ്റും നമുക്ക്. എന്നാൽ ചലച്ചിത്രത്തിൽ ഇത് എങ്ങനെ വരും? വരുണിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മനുഷ്യന് മാത്രം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സംഭവമാണ് എമ്പതി, അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്ന സാധനം. ഇതൊരിക്കലും ഒരു മെഷീന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ കണ്ണിൽ നോക്കിയിട്ട് ആ കണ്ണിലുള്ള വിഷമം എന്താണ് എന്ന് AI-ക്ക് മനസ്സിലാവില്ല. എഴുതുന്ന സമയത്ത് പിന്നെ ഒരു എന്താ പറയുക, ഒരു ഹ്യൂമൻ കണക്റ്റ്, അല്ലെങ്കിൽ ഒരു എമ്പതറ്റിക് കണക്റ്റ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹ്യൂമൻ ബിഹേവിയർ പാറ്റേണുകളെ കുറിച്ചുള്ള അഗാധമായ ധാരണ, വിവരം AI-ക്കുണ്ട്. പക്ഷെ വിവേചന ബുദ്ധി ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഇത്തരം സ്ഥലത്തൊക്കെ ചില ഡ്രോബാക്കുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഞാനിപ്പോൾ എപ്പോഴും പറയാറുണ്ട്, തിരക്കഥ നിങ്ങൾ AI കൊണ്ട് എഴുതിപ്പിക്കരുത്. കാരണം തിരക്കഥ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സർഗാത്മക സൃഷ്ടിയാണ്. പക്ഷേ തിരക്കഥ എഴുതിയിട്ട് ഈ തിരക്കഥ ഇനി എങ്ങനെ നന്നാക്കാമെന്ന് AI-യോട് ചോദിക്കാം. കാരണം കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് തിരക്കഥകൾ പഠിച്ച ഡേറ്റാ സെറ്റുകളിൽ നിന്നാണ് അവൻ ഉത്തരം പറയുന്നത്, അല്ലെങ്കിൽ അവൻ അതിന് പുതുക്കി തരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ അതിൻ്റെ കേപ്പബിലിറ്റിയും നമ്മളുടെ ഈ കൾച്ചറൽ ന്യൂആൻസസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇമോഷണൽ ഇൻ്റലക്ച്വൽ ഡെപ്ത്, ഈ സംഭവമൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ, അല്ല എമ്പതി നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം മനുഷ്യനും യന്ത്രങ്ങളും കൂടെ ഒന്നിച്ച് സഹവസിക്കുന്ന ഒരു സ്ഥലം, അതായത് ടെക്നോളജിയും ക്രിയേറ്റിവിറ്റിയും ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്യുന്ന സ്ഥലം. ഇതാണ് സ്കൂൾ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ, നമ്മൾ AI ഫിലിം മേക്കിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചല്ലോ, എൻ്റെ കണ്ണിൽ നിന്ന് നേരെ അണ്ണാറക്കണ്ണൻ്റെ കണ്ണിലേക്ക് ക്യാമറ ചലിപ്പിക്കണമെങ്കിൽ യാന്ത്രികമായി തന്നെ അത് ചെയ്യണം, സാങ്കേതിക മികവോടുകൂടി തന്നെ ചെയ്യണം. ഒരു മനുഷ്യന് അത് സാധ്യമല്ല. ക്യാമറ അണ്ണാറക്കണ്ണൻ്റെ കണ്ണിലോട്ട്, മാവിൻ്റെ പുറത്തിരിക്കുന്ന അണ്ണാറക്കണ്ണൻ്റെ കണ്ണിലോട്ട് ക്യാമറ പായിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല. പക്ഷേ AI ടൂളിന് അത് സാധിക്കും, അത് സാധ്യമാകും. അങ്ങനെ കാഴ്ചയെ ഉൾക്കാഴ്ചയാക്കി മാറ്റാനും ആഴത്തെ കൂടുതൽ ആഴമാക്കി, ആഴത്തിന്റെ വിസ്തൃതികൾ മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും AI ടൂളിലൂടെ കഴിയുമെന്ന് വരുൺ പറയുന്നുണ്ട്. കേൾക്കാം. നമ്മളിപ്പം കാണുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ ഭാഗം അടിയിലുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന സംഭവം വെച്ചാൽ, നമ്മുടെ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇപ്പം ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 2022 വന്നു, 23, 24, 25, 3ാം വയസ്സിലാണ് കിടക്കുന്നത്. 3ാം വയസ്സിൽ ഈ കുട്ടിക്ക് ഇത്രയൊക്കെ കാണിക്കാമെങ്കിൽ ഈ കുട്ടി ഒരു 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു 6ാം ക്ലാസ്സിലോ എത്തുന്നപ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? പ്രായപൂർത്തിയാവണ്ട, അതിന് മുൻപേ ഇതൊക്കെ എന്തൊക്കെ ചെയ്യും. അപ്പം ഈ കേപ്പബിലിറ്റിയെ നമ്മൾ എന്തിനാണ് തള്ളിക്കളയുന്നത്? ഇപ്പം AI-ക്കെതിരെ ഏറ്റവും വലിയ സമരം നടന്ന ഹോളിവുഡിലാണ്. ഫസ്റ്റ് സമരം AI-ക്കെതിരെ അല്ല, ജനറേറ്റീവ് AI-ക്കെതിരെ. അതെ, ഏറ്റവും വലിയ സമരം നടന്ന ഹോളിവുഡിലാണ്. ഹോളിവുഡിലെ എഴുത്തുകാർ, ടെക്നീഷ്യന്മാർ എല്ലാം തെരുവിലിറങ്ങി, സ്റ്റുഡിയോസ് ബഹിഷ്കരിച്ചു, ഇത് AI നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിന്റെ അവസാനം എന്ത് സംഭവിച്ചു? 6 മാസത്തേക്ക് അവരൊരു ഫ്രീസിങ് പീരീഡ് കൊടുത്തു. 6 മാസത്തേക്ക് ഞങ്ങൾ AI നമ്മുടെ സ്റ്റുഡിയോസിൽ ഏർപ്പെടുത്തില്ല എന്നിട്ടൊരു ഫ്രീസിങ് പീരീഡ് കൊടുത്തു. ഈ പീരീഡിൽ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം, നിങ്ങൾ ട്രെയിൻഡ് ആവാം AI മോഡലുകളിൽ. അപ്പോൾ ട്രെയിൻഡ് ആവുന്നതുകൊണ്ട് എന്താണ്, നിങ്ങൾ ഈ മേഖലയും തള്ളിപ്പോവില്ല. ചുരുക്കത്തിൽ വരുണിന്റെ AI സ്റ്റോറി ടെല്ലിംഗ് എന്ന കോൺസെപ്റ്റ് തന്നെ കേരളത്തിന് പുതിയതാണ്. ലോക രാജ്യങ്ങളൊക്കെ ഇത് പരീക്ഷിക്കും. ഹോളിവുഡിലൊക്കെ ഇത് ധാരാളമാണ്. ഹോളിവുഡിൽ നടന്മാർ AI-ക്കെതിരെ സമരമൊക്കെ നടത്തി പിന്നെ AI ടൂളൊക്കെ പഠിച്ച് എത്തിയ കഥയൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അതുപോലെ വരുണിന്റെ ഈ സംരംഭവും വളരെ പുതുമയുള്ള ഒരു ചിന്തയാണ്. ആ ചിന്ത കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്ത്, മാധ്യമപ്രവർത്തകനായ സുഹൃത്ത് വരുൺ രമേഷിന്റെ ഐഡിയയിൽ ഇതിങ്ങനെ പൂവണിയുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അത് തുടക്കം കുറിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. വരുണിന് എല്ലാവിധ ആശംസകളും. കഴിയുമെങ്കിൽ നിങ്ങളും വരുണിന്റെ സ്കൂളിൽ ചേർന്ന് AI ടൂളൊക്കെ പഠിച്ച് AI സിനിമയൊക്കെ ചെയ്ത് മിടുക്കരാകും.